പശ്ചിമേഷ്യൻ മേഖലയിലെ കലുഷിതമായ അന്തരീക്ഷത്തിന് താൽക്കാലിക ശമനം നൽകിക്കൊണ്ട് ഇറാനെതിരായ നേരിട്ടുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക തൽക്കാലം പിന്നോട്ടു പോയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന പ്രതിസന്ധികളും യുദ്ധഭീതിയും ഒഴിവാക്കുന്നതിനായി നയതന്ത്ര വഴികൾ തേടുന്നതിന്റെ ഭാഗമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനം. മേഖലയിലെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കുന്നതിനുമായി ഇറാനും ഒമാനും തമ്മിൽ നടത്തുന്ന നിർണായകമായ ചർച്ചകളുടെ അന്തിമ ഫലത്തിനായി അമേരിക്ക കാത്തിരിക്കുകയാണ്. ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പ്രശ്നപരിഹാരത്തിനായി തങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈജിപ്ത് വിദേശകാര്യമന്ത്രി വിഷയത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത വിദേശകാര്യമന്ത്രിമാരുമായി നേരിട്ട് ചർച്ചകൾ നടത്തിവരികയാണ്. എന്നിരുന്നാലും ഈ പിന്മാറ്റം പൂർണ്ണമായ സമാധാനത്തിലേക്കുള്ള സൂചനയല്ലെന്നും ഇറാനെതിരെ വൻതോതിലുള്ള ഒരു സൈനിക ആക്രമണത്തിനുള്ള തന്ത്രപരമായ തയ്യാറെടുപ്പിന്റെ ഭാഗമായ താൽക്കാലിക നിശബ്ദത മാത്രമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്തിടെ ഇറാനിൽ US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ വ്യോമാക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ച് 3400-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇറാൻ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സിവിലിയൻ മേഖലകൾക്കും ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കടുത്ത ഉപരോധങ്ങൾക്കും സൈനിക ആക്രമണങ്ങൾക്കും മധ്യത്തിലും തങ്ങളുടെ സാമ്പത്തിക രംഗം തകർന്നിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധസമാനമായ സാഹചര്യത്തിലും $18 ബില്യൺ എണ്ണ വിൽപ്പന നടത്താൻ രാജ്യത്തിന് സാധിച്ചതായി ഇറാൻ എണ്ണമന്ത്രി മൊഹ്സിൻ പക്നെജാദ് പ്രസ്താവിച്ചു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സാമ്പത്തിക പ്രതിരോധം തീർക്കാൻ ഇറാന് സാധിക്കുന്നുവെന്നതിന്റെ തെളിവാണ് തെഹ്റാൻ ഇതിനെ കാണുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നാവികസേനയുടെ പരിശോധനകളും ആക്രമണങ്ങളും കൂടുതൽ ശക്തമായി തുടരുകയാണ്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മൊസാംബിക് പതാക വഹിച്ച ഒരു വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതും ആശങ്കയേറ്റി. കപ്പലിൽ പ്രവർത്തിച്ചിരുന്ന 28 ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. കപ്പലിലെ ജീവനക്കാരായ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇതോടൊപ്പം ഇറാന്റെ ഉപരോധങ്ങളും ഉപരോധ പാതകളും മറികടന്ന് ബദൽ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 4 അന്താരാഷ്ട്ര കപ്പലുകൾ തങ്ങൾ തടഞ്ഞുവെച്ചതായും ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലേക്ക് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ നിഴൽ കൂടി വീഴുന്ന സംഭവങ്ങളാണ് കാസ്പിയൻ കടലിലുണ്ടായത്. കാസ്പിയൻ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ സൈന്യം അപ്രതീക്ഷിത ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഒരു ഇറാനിയൻ നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരു ജീവനക്കാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ശക്തമായ അമർഷവും പ്രതിഷേധവും അറിയിച്ച ഇറാൻ തെഹ്റാനിലെ യുക്രൈൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി. തങ്ങളുടെ പൗരന്മാർക്ക് നേരെയും വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഉണ്ടായ ഈ ആക്രമണത്തിന് അതികഠിനമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ യുക്രൈന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ ആരോപണങ്ങളെ യുക്രൈൻ പ്രതിരോധിച്ചു. ഇറാന്റെ വാണിജ്യ കപ്പലുകളെയല്ല, മറിച്ച് റഷ്യയ്ക്ക് വേണ്ടി ഡ്രോണുകളും അത്യാധുനിക ആയുധങ്ങളും നിഗൂഢമായി കടത്തുന്ന കേന്ദ്രങ്ങളെയും കപ്പലുകളെയുമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് യുക്രൈൻ വ്യക്തമാക്കി. റഷ്യയും ഇറാനും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പങ്കാളിത്തമാണ് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതെന്ന് യുക്രൈൻ ആരോപിക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് കാസ്പിയൻ കടലിലും ഹോർമുസ് കടലിടുക്കിലും പുതിയ പോർമുഖങ്ങൾ തുറക്കപ്പെടുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയും കിഴക്കൻ യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്ന മറ്റൊരു വൻ അന്താരാഷ്ട്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറാനുള്ള സാധ്യതയും ഏറെയാണ്.